ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്ന് ഈസി ആയിട്ട് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് എഗ്ഗ് ലോലിപ്പോപ്പാണ്. അതിനായിട്ട് 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു വലിയുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തതും, പിന്നെ 1.5 പച്ചമുളക് ചോപ്പ് ചെയ്തതും, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പീസും കൂടി ചോപ്പ് ചെയ്തതും, പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തന്നെ കുരുമുളക് പൊടി ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിത് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി വേണ്ടത് 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്. അതും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പം ഞാൻ 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ കൂടി ചേർത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഇപ്പം ഞാനിതാ ഒരു 2 ടേബിൾ സ്പൂണോളം തന്നെ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ക്യാപ്സിക്കൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഓരോരോ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ബാറ്ററും കൂടി റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുത്തു. അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം തന്നെ വെള്ളം കൂടിയും ചേർത്ത് അതിലേക്കൊരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഒന്ന് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. നല്ല കട്ടിയുള്ള മാവ് തന്നെ ആവണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മാവില്ലേ ഇത് നന്നായിട്ടൊന്ന് ഓരോ ഉരുളകളാക്കി എടുത്ത് നമുക്ക് ഈ മാവിലൊന്ന് ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം റസ്ക് പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചതെടുത്താണെങ്കിൽ അങ്ങനെ എടുക്കാം. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അതെടുത്ത് ഇതിലേക്ക് മാവിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് റസ്ക് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷവും കൂടി നമുക്ക് ചൂട് എണ്ണയിൽ ഇട്ട് വറുത്ത് കോരാം. നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഒരു കുഞ്ഞു ഫ്രൈ പാനിൽ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഓയിൽ ഒഴിച്ച് മുങ്ങിയതിന് ശേഷം നന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓരോ ബോൾസും മാവിൽ ഡിപ്പ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ റസ്ക് പൊടിയിലേക്ക് മുക്കി നന്നായിട്ട് എല്ലാ വശത്തും റസ്ക് പൊടി ആയതിനു ശേഷം ഇതിലേക്ക് ചൂടെണ്ണയിലേക്കിട്ട് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് ഇരുമ്പുചട്ടിയിലോ ഫ്രൈ പാനിലോ ഒക്കെ ഒരുപാട് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഓരോ ബോൾസും ഇതിലേക്കിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ബോൾസും ചുട്ടെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ടൂത്ത് പിക്കോ സ്റ്റിക്കോ ഒക്കെ വെച്ച് അലങ്കരിക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള സ്നാക്കിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട് അസ്നാസ്.